നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കമായി. നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്ന KSRTC സ്പെഷ്യൽ സർവീസ് അനുവദിക്കണമെന്ന് MLA CC മുകുന്ദൻ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കാൽപാദങ്ങൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന സജീവൻ ഒരു പതിറ്റാണ്ടിനിപ്പുറവും വീണ്ടും തന്റെ അത്യപൂർവ കഴിവിനെ നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. തളിക്കുളം സ്നേഹതീരം ഉൾപ്പെടെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സൗജന്യ തൈലം വിതരണ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കമായി. എഴുത്തുകാരൻ അഷ്ടമൂർത്തി സാഹിത്യോത്സവവും പുസ്തക പ്രകാശനവും ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി DC ബുക്സ്, HNC ബുക്സ്, ഗ്രീൻ ബുക്സ് തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനത്തിലുണ്ട്. വിവിധ വിഷയങ്ങളിൽ സാഹിത്യ സെമിനാറുകൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എഴുത്തുകാരായ N സ്മിത, CR ദാസ്, ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ ബിജു ആന്റണി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ കുട്ടികളുമായി സംവാദിക്കും. കഥയരങ്ങ്, കവിതയരങ്ങ്, അക്ഷരശ്ലോകം, സംവാദങ്ങൾ, അഭിമുഖങ്ങൾ തുടങ്ങിയ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, പ്രസാധക പ്രതിനിധി PS സുധീഷ്, വിദ്യാരംഗം പ്രസിഡന്റ് കുമാരി ശ്രേയ, സ്കൂൾ ലീഡർ അമൃത C കുമാർ എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച ഫെസ്റ്റിവൽ സമാപിക്കും. നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്ന KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് അനുവദിക്കണമെന്ന് നാട്ടിക MLA CC മുകുന്ദൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടു. മുഖം കാണാതെ 500 ജോഡി കാൽപാദങ്ങൾ നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞതിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് തൃശൂർ അരിമ്പൂർ സ്വദേശി സജീവൻ. കാൽപാദങ്ങൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന സജീവൻ ഒരു പതിറ്റാണ്ടിനിപ്പുറവും തന്റെ അത്യപൂർവ കഴിവിനെ നാട്ടുകാർക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചു. കാലുകൾ മാത്രം നോക്കി പേരുകൾ തെറ്റാതെ വിളിച്ചു പറഞ്ഞപ്പോൾ സജീവന്റെ ഓർമ്മശക്തിക്ക് മുന്നിൽ നാട്ടുകാരും സന്തോഷം പങ്കുവച്ചു. അരിമ്പൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സജീവൻ മച്ചാടത്ത്. തന്റെ തൊഴിലിനിടെ സൂക്ഷ്മ നിരീക്ഷണവും ഓർമ്മശക്തി കൊണ്ടും പ്രശസ്തി നേടിയ വ്യക്തി കൂടിയാണ് സജീവൻ. കാൽപാദങ്ങൾ മാത്രം കണ്ട് ആളുകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരേ ഒരാൾ. അതാണ് പക്ഷി നിരീക്ഷകൻ കൂടിയായ സജീവൻ. സജീവന്റെ അപൂർവമായ ഓർമ്മശക്തി പുറത്തറിയുന്നത് 2009 മെയ് മാസത്തിലാണ്. അരിമ്പൂർ പരക്കാട് UP സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സജീവന്റെ കഴിവുകൾക്ക് മുന്നിൽ നാട്ടുകാർ അമ്പരന്നു. സ്ത്രീകളും പുരുഷന്മാരുമടക്കം പരിപാടിക്കെത്തിയ സജീവൻ അറിയാവുന്ന 500 പേരുടെ കാൽപാദങ്ങൾ മാത്രം നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ വിളിച്ചു പറഞ്ഞു. പ്രത്യേകമൊരുക്കിയ മറയ്ക്ക് പിറകിലിരുന്ന ഇരു കാലുകൾ മാത്രം നോക്കിയാണ് ആളുകളെ തിരിച്ചറിയുന്നത്. ഉണ്ണികൃഷ്ണൻ, ദിനൂപിന്റെ മോളും, ജാനേച്ചി, ലതാ ബാബു, സിനി, തങ്കമണി പുരുഷോത്തമൻ. തന്റെ ഓട്ടോയിൽ കയറുന്ന ആളുകളുടെ കാലുകൾ നോക്കിയാണ് സജീവൻ
അവരുടെ പേരുകൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നത്. അരിമ്പൂരിൽ നടന്ന പ്രകടനത്തിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2011 നാഷണൽ റെക്കോർഡ് സജീവൻ കരസ്ഥമാക്കി. വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാരുടെ ആവശ്യപ്രകാരം സജീവൻ ഒരിക്കൽ കൂടി കാലുകൾ നോക്കി ആളുകളെ തിരിച്ചറിഞ്ഞു. എനിക്ക് കഴിവ് തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കാല് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് കുറേ ആളുകളൊക്കെ ആദ്യം നമുക്ക് ബൈഹാർട്ട് വരെയായി. പിന്നെ ഓട്ടോറിക്ഷ തമാശയ്ക്ക് വേണ്ടി വെറ്റ് വയ്ക്കാറുണ്ട്. ടാക്സി വേട്ടയിലൊക്കെ അത് വെറ്റ് വെച്ചിട്ട് നമ്മൾ നിസ്സാര ചെറിയ ചെറിയ വെറ്റുകൾ, ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 3 കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കൊടുന്നു അയാളുടെ കാല് നോക്കാൻ പറഞ്ഞ് അയാളുടെ കാല് എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി. 3 കൊല്ലം ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ കൂടുതലും അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഷോ നടത്താം, ഇത് കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഷോ നടത്തിയത്. പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഷോ തൃശ്ശൂർ വെച്ച് നടത്തി. അതിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അങ്ങനെ ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു ഷോ നടത്തി നോക്കി. അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദൈവം അനുഗ്രഹിച്ച് എല്ലാവരുടെ പ്രാർത്ഥനയോടുകൂടി കുഴപ്പമൊന്നും ഉണ്ടാകാതെ ഷോ നടത്താൻ പറ്റി. എനിക്ക് കഴിവ് തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കാല് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് കുറേ ആളുകളൊക്കെ ആദ്യം നമുക്ക് ബൈഹാർട്ട് വരെയായി. പിന്നെ ഓട്ടോറിക്ഷ വേട്ടയിൽ തമാശയ്ക്ക് വേണ്ടി വെറ്റ് വയ്ക്കാറുണ്ട്. ടാക്സി വേട്ടയിലൊക്കെ അത് വെറ്റ് വെച്ചിട്ട് നമ്മൾ നിസ്സാര ചെറിയ ചെറിയ വെറ്റുകൾ, ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 3 കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കൊടുന്നു അയാളുടെ കാല് നോക്കാൻ പറഞ്ഞ് അയാളുടെ കാല് എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി. 3 കൊല്ലം ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ കൂടുതലും അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഷോ നടത്താം, ഇത് കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഷോ നടത്തിയത്. പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഷോ തൃശ്ശൂർ വെച്ച് നടത്തി. അതിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അങ്ങനെ ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു ഷോ നടത്തി നോക്കി. അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദൈവം അനുഗ്രഹിച്ച് എല്ലാവരുടെ പ്രാർത്ഥനയോടുകൂടി കുഴപ്പമൊന്നും ഉണ്ടാകാതെ ഷോ നടത്താൻ പറ്റി. എല്ലാവരുടെയും കാലുകളും സജീവന്റെ ഓർമ്മച്ചെപ്പിൽ ഭദ്രം. പുതുതലമുറയിലെ കുരുന്നിന്റെ കാലുകൾ വരെ സജീവൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് നടനും ഫലിത പ്രഭാഷകനുമായ നന്ദകിഷോറിന്റെ നേതൃത്വത്തിൽ അരിമ്പൂർ നിവാസികൾ സജീവനെ ഉപഹാരം നൽകി ആദരിച്ചു. തന്റെ കഴിവുകളെ ഗിന്നസ് ബുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും സജീവൻ തുടങ്ങിക്കഴിഞ്ഞു. തളിക്കുളം സ്നേഹതീരം ഉൾപ്പെടെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുക എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സൗജന്യ തൈലം വിതരണ സമരം സംഘടിപ്പിച്ചു. ജൽജീവൻ മിഷൻ കുടിവെള്ള പൈപ്പിടാൻ പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാൻ നൽകിയ 6 കോടി രൂപ എന്തു ചെയ്തുവെന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സൗജന്യ തൈല വിതരണ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 കോടി രൂപ അനുവദിച്ച് സ്നേഹതീരം മുതൽ പൂങ്കുന്നം വരെയുള്ള ഈ റോഡ് റബ്ബറൈസ്ഡ് റോഡാക്കി. വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇന്നേ വരെ ആ റോഡിൻ്റെ ഒരു അറ്റകുറ്റപ്പണിയും ഈ റോഡിൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതിക്ക് റോഡുകൾ പൊളിച്ച സാഹചര്യത്തിൽ തളിക്കുളത്തെ സ്നേഹതീരം റോഡ് ഉൾപ്പെടെ എല്ലാ ഗ്രാമീണ റോഡുകളും പൊളിച്ച് മനുഷ്യന് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. കരാറിൽ ഏർപ്പെട്ടിട്ടും അല്ലാതെയും നിരവധി റോഡുകളാണ് തളിക്കുളത്ത് സഞ്ചാരയോഗ്യമല്ലാതെ താറുമാറായി കിടക്കുന്നത്. 2005 UDF ഭരണകാലത്ത് CRF ഫണ്ടിൽ 5 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് സ്നേഹതീരം മുതൽ പൂങ്കുന്നം വരെ റബ്ബറൈസ്ഡ് ചെയ്തത്. അതിനുശേഷം ഒരു അറ്റകുറ്റപ്പണിയും ഇതുവരെയും നടത്തിയിട്ടില്ല. ഇപ്പോൾ പൈപ്പിടുന്നതിന് റോഡിന്റെ ഇരുവശവും പൊളിച്ച് ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്താക്കിയിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് സ്നേഹതീരം റോഡ്. ഇത് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. തല്ലിത്തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ്. പല നാളുകളും ഈ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ടും അതുപോലെ തന്നെ പല പ്രത്യക്ഷ സമരങ്ങൾ നടത്തിയിട്ടും ഒന്നും ചെവികൊള്ളാതെ ഒരു താന്തോന്നിസമായ ഒരു ഭരണവുമായിട്ട് ഈ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അഴിമതികൾ ഈ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിയോജകമണ്ഡലം സെക്രട്ടറി KS റഹ്മത്തുള്ള, VK നാസർ, BB അബ്ദുൾ റാസാഖ്, AH നാസർ, KS സുബൈർ, സുലൈമാൻ ഹാജി, AA ഹംസ, EH ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂരിൽ വൻ MDMA വേട്ട. കണ്ണൂർ സ്വദേശി ഫാസിലിനെയാണ് 2.5 കിലോ MDMAയുമായി പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെ ഒല്ലൂർ PR പടിയിൽ നിന്നും ലഹരിവിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പിടികൂടിയ MDMAയ്ക്ക് വിപണിയിൽ 1.5 കോടി രൂപയോളം വില വരുമെന്നും പ്രതിയുടെ അന്തർ സംസ്ഥാന ബന്ധം പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ പറഞ്ഞു. പ്രതി ഫാസിലിന്റെ ആലുവയിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് 2 കിലോഗ്രാം MDMA പിടികൂടിയത്. ഇയാളുടെ കാറിൽ നിന്നും ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയ MDMA പൗഡർ രൂപത്തിലും ഗുളിക രൂപത്തിലുള്ളവയായിരുന്നു. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബംഗളൂരിൽ നിന്ന് എത്തിക്കുന്ന മയക്കുമരുന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ വിൽപ്പന നടത്തിയിരുന്നതായും കേരളത്തിലും കർണാടകത്തിലും മുൻപും ഇയാൾക്കെതിരെ കേസുള്ളതായി സൂചന ലഭിച്ചതായും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 520 രൂപയാണ് കൂടിയത്. ഇതോടെ സ്വർണ്ണവില 53,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ 65 രൂപ ഉയർന്ന് ഗ്രാം വില 6,700 രൂപയായി. മെയ് മാസം 20-ന് 55,120 രൂപയായി ഉയർന്ന സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചിരുന്നു. ഓഹരി വിപണിയിലെ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ഈ മാസാദ്യം വില 53,000 രൂപയിൽ താഴെ പോയതിനു ശേഷമാണ് വീണ്ടും വിലയിൽ വർധനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആദ്യവാരത്തിന്റെ അവസാനം 54,080 രൂപ എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നിരുന്നു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല പാർലമെന്റ് തിരഞ്ഞെടുപ്പും വിജയികളുടെ സ്ഥാനാരോഹണവും നടന്നു. പരിപാടി സംസ്ഥാന എക്സൈസ് അക്കാദമി ഡയറക്ടർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ A രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനേജർ C രാകേഷ്, ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, സമിതി വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തൃശൂർ കോളങ്ങാട്ടുകര ഗ്രാമീണ ഗ്രന്ഥശാലയും കാവ്യശിഖ വള്ളത്തുൾ ടീമും സംയുക്തമായി കവി K സച്ചിദാനന്ദന്റെ കവിതകളെക്കുറിച്ച് ചർച്ചയും കാവ്യ പഠനാവതരണവും സംഘടിപ്പിച്ചു. സച്ചിദാനന്ദം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകൻ ഡോക്ടർ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കവി C രാവിണ്ണി, വർഗീസ് ആന്റണി മുപ്ലിയം, T ഗീത, ശ്രീനന്ദിനി സജീവ്, ഗംഗാദേവി, സിന്ധുഭദ്ര എന്നിവർ പ്രബന്ധാവതരണം നടത്തി. ദർശന കളരിക്കൽ, CG അശോകൻ, സുന്ദരൻ തച്ചമ്പിള്ളി, ക്ലോലിയ ജോൺ, അനിൽകുമാർ, പ്രമോദ് ചേർപ്പ്, അഡ്വക്കേറ്റ് CG ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി NP രാഘവ പൊതുവാളിന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട രാഘവജി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക PV വനജ, ലക്ഷ്മി ദേവി, K ഗോപാലകൃഷ്ണൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ശശി നെട്ടിശ്ശേരി, K മാധവൻ, TS ബാലൻ, ചന്ദ്രൻ കോച്ചാട്ടിൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. നവീകരിച്ച പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ദിവ്യബലിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോജു പനക്കൽ, സഹവികാരി നിർമ്മൽ അക്കര പട്ടിയക്കൽ, ഫാദർ ജോബി പുറത്തൂർ, ഫാദർ ജോബി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. ദുക്രാന തിരുനാൾ ദിനത്തിൽ രാവിലെ 10 നടന്ന ആഘോഷമായി ദിവ്യബലിക്ക് ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മേജോ മുത്തുപിടിക സന്ദേശം നൽകി. കുടുംബങ്ങൾക്ക് അത്താണിയാകേണ്ട വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടങ്ങൾ കാടുമൂടി നശിക്കുന്നതിൽ ജനകീയ പ്രതിഷേധം ഉയരുന്നു. ഇഴജന്തുക്കൾക്കും കാട്ടുമൃഗങ്ങൾക്കും സുഖവാസ കേന്ദ്രമായ പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ ഉൾപ്പെടെ കാടുമൂടി. വടക്കാഞ്ചേരി നഗരസഭയെ രാജ്യം മുഴുവൻ ചർച്ചാവിധേയമാക്കിയ 8ാം ഡിവിഷനായ ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാറുകാരൻ യൂണിടെക് MD സന്തോഷ് ഈപ്പൻ കരാറിൽ ഒപ്പുവെച്ചിട്ട് വർഷം 5.
കെട്ടിടമെന്ന നിർമ്മാണം സ്തംഭിച്ച് അഴിമതിയുടെ നിത്യസ്മാരകമായി കിടപ്പാണ്. കാട്ടുപൊന്തകൾ കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. കാലവർഷ രൂക്ഷതയിൽ ഫ്ളാറ്റിനുള്ളിലാകെ വെള്ളക്കെട്ടാണ്. കാട്ടുപന്നികളുടെ വാസകേന്ദ്രമാണ് കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്തളങ്ങൾ. ഒരു കാലത്ത് സംസ്ഥാന ദേശീയ നേതാക്കളുടെ നിരന്തര സന്ദർശന കേന്ദ്രമായിരുന്നു ഫ്ളാറ്റ്. ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങോട്ട്. വഴിയിലാകെ കാട്ടുപൊന്തകൾ നിറഞ്ഞു. ഫ്ളാറ്റിന് സമീപം നിർമ്മിച്ച ആശുപത്രി കെട്ടിടം കാണാനേയില്ല. അടുത്ത കാലത്തൊന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല. ഡോളർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടി രൂപ വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് അഴിമതി കേസിൽ എം ശിവശങ്കറിന് കമ്മീഷൻ ലഭിച്ചതാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലും ശിവശങ്കറിന്റെ അറസ്റ്റും ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തെ അഴിമതിയുടെ പിടിയിലാഴ്ത്തി. കെട്ടിടം ഈ അവസ്ഥയിലാവാൻ കാരണക്കാരായവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറയുന്നു. ചേർപ്പ് ചിറ്റൂർമന റോഡിൽ ഇടക്കാട്ടിൽ വീട്ടിൽ 83 വയസ്സുള്ള ചന്ദ്രൻ മേനോൻ നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച പാറമേക്കാവ് ശാന്തിഘട്ട് ശ്മശാനത്തിൽ. ഭാര്യ കോയാത്ത് വീട്ടിൽ മാലതി, മക്കൾ ജയശ്രീ, ജിഷ. പിങ്ങിണിശ്ശേരി ആലപ്പാട്ട് ജോസ് മകൻ 47 വയസ്സുള്ള ഷാജു നിര്യാതനായി. സംസ്കാരം അമ്മടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കമായി. നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്ന KSRTC സ്പെഷ്യൽ സർവീസ് അനുവദിക്കണമെന്ന് MLA CC മുകുന്ദൻ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കാൽപാദങ്ങൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന സജീവൻ ഒരു പതിറ്റാണ്ടിനിപ്പുറവും വീണ്ടും തന്റെ അത്യപൂർവ കഴിവിനെ നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. തളിക്കുളം സ്നേഹതീരം ഉൾപ്പെടെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സൗജന്യ തൈലം വിതരണ സമരം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.